വടകര ലിങ്ക് റോഡിലേക്ക് വീണ്ടും ബസ്സുകൾ മാറ്റിയതിൽ ശക്തമായ വിയോജിപ്പറിയിച്ച് വടകര നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശശി. തികച്ചും ഏകപക്ഷീയമായ നടപടിയാണെന്നും കൂടുതൽ ഗതാഗതക്കുരുക്കിന് ഇത് കാരണമാകുമെന്നും ചെയർമാൻ അറിയിച്ചു. വടകര പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി 24/4/2026 2/5/26 15/5/2026 ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഈ ചേംബറിൽ വിളിച്ചു ചേർത്ത് വടകരയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്ത് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വടകര പട്ടണത്തിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് ഏറെ സഹായകരമായിട്ടുള്ള നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അന്നത്തെ ട്രാഫിക് SIയും കൂടിയും വളരെ സജീവമായിട്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായി വടകരയിലുള്ള ഗതാഗതക്കുരുക്ക് ഏറെക്കുറെ പരിഹാരമുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും അത് തീരുമാനിച്ചത്, ഒന്ന്, ട്രാഫിക് ലിങ്ക് റോഡിലെ പാർക്ക് ഒഴിവാക്കി പഴയ സ്റ്റാൻഡിലേക്ക് പാർക്കിംഗ് സംവിധാനം മാറ്റണം എന്നുള്ളതാണ് ഒരു തീരുമാനമുണ്ടാക്കിയത്. അങ്ങനെ തീരുമാനമുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി ബസ് ഓണേഴ്സിൻ്റെ അസോസിയേഷൻ്റെ ആളുകൾ പരാതി തന്നു. അതുപോലെ തന്നെ വ്യാപാരികളുടെ യോഗം ചേർന്ന്, ട്രേഡ് യൂണിയൻ്റെ യോഗം ചേർന്ന്, ബസ് തൊഴിലാളികളുടെ യോഗം ചേർന്ന്, ഇവരുടെയൊക്കെ യോഗം ചേർന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ ഈ മുനിസിപ്പാലിറ്റി വരുന്നതിൻ്റെ മുമ്പ് ഒരു 3-4 വർഷം മുമ്പ് തന്നെ വടകര പട്ടണത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് കാണുന്നതിനേക്കാളും ഏറെ ഗതാഗതക്കുരുക്കാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലിങ്ക് റോഡിൽ നിന്നും ബസ് പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റണം എന്നുള്ള തീരുമാനമുണ്ടായിട്ടുള്ളത്. ഏറെക്കുറെ പരിഹാരമുണ്ടായ സമയത്താണ് കളക്ടറുടെ നേതൃത്വത്തിൽ റെസ്റ്റ് ഹൗസിൽ ഒരു യോഗം, MLAയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നത്. ആ യോഗം ചേരുമ്പോൾ മുൻകൂട്ടി എന്താണ് വിഷയം എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേരുന്നത് എന്നുള്ളതായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ധാരണ. പക്ഷേ ആ യോഗത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഒരു യോഗം വിളിച്ചു ചേർത്തത് എന്നുള്ളത് മനസ്സിലാകുന്നത്. ആ യോഗത്തിൽ മുനിസിപ്പാലിറ്റി നേരത്തെ എടുത്ത തീരുമാനത്തിന് ഘടകവിരുദ്ധമായ രീതിയിലാണ് അവിടെ MLA ഉൾപ്പെടെ സംസാരിച്ചത്. ഞാൻ സംസാരിക്കുമ്പോൾ മുനിസിപ്പാലിറ്റി എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകാതെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതുമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായിട്ട് കളക്ടർ അതിൻ്റെ മുകളിൽ ഒരു അഭിപ്രായം പറഞ്ഞത്, വടകര മുനിസിപ്പാലിറ്റിയുടെ അതോറിറ്റിയായിട്ടുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് എടുത്ത തീരുമാനം മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞതുപോലെ മാറ്റുവാൻ വേണ്ടി കഴിയില്ല, ഞാനൊരു സ്പെഷ്യൽ ഓർഡർ ഇടാം എന്നുള്ളതാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ട്രാഫിക് ഗതാഗതം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റം വരുത്തിയിട്ടുള്ളത്. പക്ഷേ വലിയ എതിർപ്പാണ് നാനാഭാഗത്തുനിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായി എന്നുമാണെങ്കിൽ പറയാം. വേണ്ട രീതിയിലുള്ള കൂടിയാലോചനകളൊന്നും നടത്താതെ ഈ തീരുമാനത്തിനോട് ആ മീറ്റിങ്ങിൽ തന്നെ വലിയ എതിർപ്പ് ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പത്രത്തിലുമൊക്കെ വന്നിട്ടുള്ളത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഈ MLA ഉൾപ്പെടെ UDFുമായി കൂടിയാലോചിക്കാതെയാണ് ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് UDFിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അഭിപ്രായം വന്നിട്ടുണ്ട്. UDF ഈ ഗതാഗത പരിഷ്കരണം അംഗീകരിച്ച് പോയതാണ്. അത് അവരിലും എന്തു വന്നിട്ടുണ്ട്, പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ആളുകളും, വ്യവസായികളും വ്യവസായി ഏകോപന സമിതിയും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെതിരായി വലിയ പ്രക്ഷോഭത്തിലാണ്. ഹർത്താൽ ഉൾപ്പെടെ നടത്തണം എന്നുള്ള പ്രഖ്യാപനം പത്രത്തിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളിലെത്തണം. കളക്ടർ യോഗത്തിൽ പറഞ്ഞിരുന്നത് NIT ഉൾപ്പെടെയുള്ള സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രാഫിക് സ്റ്റഡി നടത്തി
എന്താണ് ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കും എന്നുള്ളതും ഒരു 5-10 ദിവസം ഓണം വേളയിൽ മാത്രം ഇത് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5-10 ദിവസത്തേക്ക് ബസ് സർവീസിങ് ലിങ്ക് റോഡിൽ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും ബസ് സ്റ്റാൻഡ് മുമ്പിൽ നിൽക്കുകയും ലിങ്ക് റോഡിൽ ഒരു ബസ് സ്റ്റാൻഡാക്കി മാറ്റുന്നത് വടകരയിലല്ലാതെ കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. നേരത്തെ വേനൽക്കാലത്തൊക്കെ ലിങ്ക് റോഡിൽ ബസ് നിർത്തിയതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിവശം ബസ്സിൻ്റെ അടിയിൽ 10, 20, 25 നായ്ക്കളൊക്കെ അപ്പിയിടുന്ന സ്ഥിതി, അതിൻ്റെ അടിയിൽ വിശ്രമിക്കുന്ന സ്ഥിതി, അപ്പിയിട്ട് മൂത്രമൊഴിച്ച് ആളുകൾക്കായിരിക്കും ആ ലിങ്ക് റോഡിൽ കൂടി മൂക്ക് പൊത്താതെ നടക്കുവാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഗതാഗതക്കുരുക്കും അവിടെ നിർത്തിയിടുന്നതിൻ്റെ ഭാഗമായി അതിരൂക്ഷമായിട്ട് ഉണ്ടായിരുന്നു. അത് വീണ്ടും പഴയപടി സ്ഥാപിക്കുമ്പോൾ ഇതിലേറെ ഗതാഗതക്കുരുക്ക് വടകരയിൽ വരാൻ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ കാര്യത്തിലില്ല. വടകര മുനിസിപ്പാലിറ്റിയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള അധികാരം വടകര മുനിസിപ്പാലിറ്റിക്കാണ്, അതിൻ്റെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്കാണുള്ളത്. ആ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് കഴിഞ്ഞ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള തീരുമാനം എടുത്ത് പരിഷ്കാരം നടത്തിയിട്ടുള്ളത്. പക്ഷേ കളക്ടർ യോഗത്തിൽ ഇത് ഒരു സ്പെഷ്യൽ ഓർഡർ ഇട്ട് ഇറക്കി ഇങ്ങോട്ടേക്ക് മാറ്റാം എന്നുള്ളതിനോട് വ്യക്തിപരമായി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കുള്ള വിയോജിപ്പ് വളരെ കൃത്യമായിട്ടും ശക്തമായിട്ടും പ്രകടിപ്പിക്കുകയാണ്. ലിങ്ക് റോഡിലേക്ക് ബസ്സുകൾ മാറ്റിയതിൽ പ്രതിഷേധിച്ച് വ്യാപാരികളുടെ നേതൃത്വത്തിൽ നാളെ RDO ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. സനിക ബാലഗോപാൽ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.